ടു മേരി ജോസഫ് യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്ന പെട്ടി പൊട്ടിച്ചെണ്ണിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യമേ പ്രവചിച്ചതാണ്. ഏതോ ഒരു പ്രവചന മത്സരത്തിന് ഞാനൊരു ഫീഡ്ബാക്ക് അയച്ചിരുന്നു നമ്മുടെ ഷാജൻ സ്കറിയ മാസ്റ്ററുടെ ഇതിന്. എനിവേ നോക്കാം, ജയിച്ചോ വിന്നിങ് ആയോ എന്ന്. പിന്നെ ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നതാണ്. പിന്നെ പറയാൻ ഇത്രയേ ഉള്ളൂ. LDF UDF BJP ഒന്നും നോക്കാൻ പാടില്ല. കേരളം ഭാവിയിലേക്ക്, ഇന്ത്യയും കേരളവും ഒക്കെ അതീവ ഗുരുതര അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ സമ്പദ് വ്യവസ്ഥയാണെങ്കിലും മറ്റുള്ള പ്രതിരോധമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എഡ്യൂക്കേഷനാണെങ്കിലും എല്ലാം. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊന്നും നോക്കാണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി എങ്ങനെ നമ്മുടെ ഭാരതത്തിനെ, നമ്മുടെ കേരളത്തെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് നോക്കേണ്ടത്. ഭരണം ജനങ്ങൾ വിധി എഴുതിയത് കണ്ടില്ലേ? ജനങ്ങൾ അടിപൊളി പാർട്ടീസാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? എക്സലൻ്റ് വോട്ടേഴ്സാണ് കേരളത്തിലേന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാ വിന്നേഴ്സിനും ഓൾ ദ ബെസ്റ്റ്. വിന്നറാകാൻ സാധിക്കാത്തതിൽ ആരും ബുദ്ധിമുട്ടണ്ട. ഓരോരോ സമയങ്ങളിൽ വിജയവും പരാജയവും ഒക്കെ അത് നമ്മുടെ നേച്ചറിൻ്റെ ഒരു ഭാഗമാണല്ലോ. പരാജയപ്പെട്ടാൽ ഭാവിയിൽ വിജയിക്കാം. അതിലൊന്നും ഒരു കഥയില്ല. എല്ലാവരും സഹകരിച്ച് സന്തോഷമായി നമ്മുടെ കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നുള്ളത് നല്ല നല്ല ഐഡിയാസൊക്കെ ജൂനിയർ ലീഡേഴ്സ് ജയിച്ചു വന്നവർക്കൊക്കെ കൊടുക്കുക. അപ്പം നല്ല നല്ല എഫിഷ്യൻ്റ് ആൾക്കാരൊക്കെ ഉണ്ട് ഈ തോറ്റവരിൽ. അതൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ ജനങ്ങൾക്കറിയാം. പക്ഷേ ഓരോ അവസരവും യുവജനങ്ങൾക്കും മറ്റും ഓരോ ചാൻസും, പിന്നെ നമ്മളൊരു സ്ഥലത്ത് നമ്മുടെ എല്ലാം അർപ്പിച്ച് ജീവിച്ച് ആ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് ഇൻസൾട്ട് വന്നാൽ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ എല്ലാം ചേർത്ത് നിർത്താൻ മറക്കരുത്. ആ സമയത്താണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഓർമ്മ വരുന്നത്. കുട്ടികളല്ലേ, തെറ്റ് പറ്റും. അതൊക്കെ കറക്റ്റ് ചെയ്ത് സീനിയേഴ്സ് അവരെ ചേർത്ത് പിടിച്ച് എല്ലാവരും കൂടെ മുൻപോട്ട് പോവുക. അതുതന്നെയാണ് വേണ്ടത്. ഓൾ ദ ബെസ്റ്റ്. എന്താണ് നമ്മുടെ കോഴികൾ കൊക്കുന്നത്? വാണിംഗ്. ചെറിയ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ അവർ കൊക്കും. വാണിംഗാണ് അവർ തരുന്നത് ഓരോന്ന്. കൊട്ടയിൽ മുട്ടയിട്ട് വെച്ചിട്ട് കൊക്കും. അപ്പം കഴിഞ്ഞ ദിവസം എണീറ്റ് പുറത്ത് വന്നു കഴിഞ്ഞപ്പം കാക്ക നോക്കിയിരിക്കുന്നു. മുട്ടയെടുത്ത് കാക്ക പറന്നു. ഇപ്പോൾ അവർക്ക് മനസ്സിലായി പറക്കാൻ പാടില്ല, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒച്ച വെക്കണം. അപ്പം ഓണർ വന്ന് മുട്ടയെടുക്കും. അവരും ബുദ്ധി പഠിച്ചു. അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. പ്രതിരോധിക്കാനും അവരുടെ മാസ്റ്ററിനെ വിളിച്ചുണർത്താനും എല്ലാത്തിനും. നമ്മൾ മനുഷ്യരൊന്നുമല്ല സത്യം പറഞ്ഞാൽ. ഈ മൃഗങ്ങളും പക്ഷികളും ഒക്കെ എക്സലൻ്റ് ബുദ്ധിമാന്മാരാണ്. അപ്പോൾ ഞാൻ അവിടം വരെ ഒന്ന് ചെന്ന് നോക്കാം എന്താണെന്ന്. ഓക്കെ, താങ്ക് യു.